ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ എന്ന് പ്രത്യേകിച്ച് പ്രാർത്ഥിക്കുന്നു. നിങ്ങളുടെ മുഖത്ത് നോക്കിയിട്ട് രണ്ടുപേരും നല്ല മിടുക്കനും മിടുക്കിയുമായ വധുവരന്മാരാണ്. നിങ്ങൾ പ്രാർത്ഥിച്ചുകൊണ്ട് നിൽക്കുന്ന കണ്ടപ്പോൾ എനിക്ക് വളരെ സന്തോഷം. നിങ്ങൾ പ്രാർത്ഥനാശീലമുള്ള കുഞ്ഞുങ്ങളാണെന്ന് എനിക്ക് മനസ്സിലായി. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. നിങ്ങൾക്ക് ജീവിതത്തിൽ ലഭിക്കുന്ന എല്ലാ സൗഭാഗ്യങ്ങളും ദൈവത്തിൻ്റെതാണെന്ന് ഓർത്തോണ്ട്. പ്രിയപ്പെട്ട അച്ഛനിപ്പം വായിച്ചത് നിങ്ങൾ ശ്രദ്ധിച്ച് കാണും. പലപ്പോഴും കല്യാണത്തിന് വായിക്കുന്ന പലതും ആരും കേൾക്കത്തില്ല. കല്യാണത്തിന് മുമ്പ് പറയുന്നതും കേൾക്കും, കല്യാണം കഴിഞ്ഞ് പറയുന്നതും കേൾക്കും. കല്യാണ സമയത്ത് പറയുന്നത് കേൾക്കത്തില്ല. 2-3 കാര്യം അച്ഛൻ പറഞ്ഞു. നിനക്ക് വിശന്നിരിക്കേണ്ടി വന്നാലും ഇവക്ക് ആഹാരം കൊടുക്കണം. നിനക്ക് വസ്ത്രമില്ലാതെ നടക്കരുത്. വസ്ത്രത്തിന് ക്ഷാമം ഉണ്ടായാലും ഇവൾക്ക് കൊടുക്കണം. നിനക്ക് എന്തിനെങ്കിലും പോരായ്മ ഉണ്ടായാൽ ആ പോരായ്മ ഇവൾക്ക് പോരായ്മയാക്കരുത്. അവളെ നന്നായിട്ട് നോക്കണം എന്ന് പറഞ്ഞു. നിന്റെ അപ്പനും അമ്മയെ നോക്കുന്ന പോലെ. നിന്റെ അപ്പനും അമ്മയും കൂടെ നല്ല സ്നേഹം എനിക്കറിയാം. അവർ നല്ല രീതിയിലാണ് ജീവിക്കുന്നത്. അതുപോലെ വേണം ഈ കൊച്ചിനെ നോക്കാൻ. എന്നാ വിശ്വസിച്ചാ നിന്റെ അടുക്കൽ ഈ കൊച്ചിനെ പറഞ്ഞു വിടുന്നേ? ഇവരുടെ അപ്പനും അമ്മയും കൂടെ എന്തോ വിശ്വസിച്ചാ പറഞ്ഞു വിടുന്നേ? നോക്കൂ, ഭംഗിയായിട്ട് നോക്കണം. വഴക്കുണ്ടാക്കൽ ഇവനെ. അവനോട് ചേർന്ന് നിൽക്കണം. പരസ്പര പൂരകങ്ങളായിരിക്കണം. ഒരാളിന് എന്തെങ്കിലും ഒരു കുറവുണ്ടെങ്കിൽ അത് തീർക്കണം മറ്റേ ആൾ. തീർക്കുന്ന കൈ കൊണ്ടല്ല,